ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തരച്ച വെണ്ടക്കക്കറി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും വെല്ലുള്ളിയും എല്ലാം തൊലിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഒറ്റയ്ക്ക് എടുത്തതാണ്. വീഡിയോസ് ഒറ്റയ്ക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെതായ കുറേ കുറ്റങ്ങളൊക്കെ ഉണ്ടാകും വീഡിയോക്ക്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ ഞാൻ എല്ലാതും തൊലിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനാക്കി പിന്നെ എല്ലാം കഴുകി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ വെല്ലുള്ളി പിന്നെ ചെറിയുള്ളി, പിന്നെ വലിയ ജീരകം, വെണ്ടയ്ക്കയാണല്ലോ നമ്മൾ മെയിൻ താരം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി, പിന്നെ തേങ്ങ. അപ്പോൾ ഞാൻ തേങ്ങ ചെരുവാണ് കേട്ടോ. പിന്നെ എല്ലാതും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങൾ ഞാൻ പറഞ്ഞ ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ തേങ്ങ ഒന്ന് എണ്ണയൊന്നുമില്ലാതെ ഒന്ന് ചൂടാക്കി വരട്ടിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം ചട്ടിക്ക് എണ്ണ ഒഴിച്ച് നമ്മളെ വെണ്ടയ്ക്ക ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. കാരണം ഇത് മൂപ്പിക്കാതെ ഇട്ടാൽ വെണ്ടയ്ക്ക കൊഴുപ്പുണ്ടാവും വെണ്ടയ്ക്കൻ്റെ. അപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ എണ്ണ തന്നെയാണ്, വേറെ എണ്ണകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കടുക് ഇട്ടതിന് ശേഷം കടുകൊക്കെ പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇനിയും ചെറുതാക്കി കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം തക്കാളിയും വെല്ലുള്ളിയും ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതൊന്ന് ഏകദേശം വന്നതിന് ശേഷം നമ്മൾ വെണ്ടക്ക ഇട്ട് കൊടുക്കണം കേട്ടോ. വെണ്ടക്ക ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളകും പൊടിയൊക്കെ ചേർത്തു. പിന്നെ ഉപ്പിടാനും മറക്കരുത്, ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ പുളി കുറച്ച് നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് പുളി ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല, താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരക്കുക കേട്ടോ. അരച്ചതിന് ശേഷം പിന്നെ അത് ചേർത്ത് കറിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.